ഹലോ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർക്കിംഗ് എന്ന് പറഞ്ഞതിനെ പറ്റി കണ്ട ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വേണ്ടി വന്ന ടി വിയിൽ ഏഷ്യൻ മൂവീസിൽ ഇങ്ങനെ പടം വന്നപ്പോഴത്തേനും അങ്ങനെ വന്നിരുന്നപ്പോഴത്തേനും ഒരു പടം കഴിഞ്ഞു, ഉടനെ പടം തുടങ്ങി ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് ഇരുന്ന് കാണുകയായിരുന്നു. അപ്പൊ എന്താ കാണാൻ കാരണം എന്ന് വെച്ചാൽ സിനിമയെ പറ്റി നല്ല അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിരുന്നു നേരത്തെ. അപ്പൊ കാണാനായിട്ടൊരു അവസരം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പടം തുടങ്ങുന്ന ആ ഒരു ഭാഗം തൊട്ട് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം പിന്നെ കണ്ടേക്കാന്ന് ഓർത്തു. ഇപ്പം കുറച്ച് നാളൊക്കെ നമ്മളായിട്ടുള്ളൂ ശരിക്കും ഫോണിലും തിയേറ്ററിലൊക്കെ പോയി പടം കാണാൻ തുടങ്ങിയിട്ട്. OTT ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും ഫോണിലോട്ടൊക്കെ മാറിയതും ടി വിയിലുള്ള പടങ്ങൾ കാഴ്ച നിർത്തുകയൊക്കെ ചെയ്തത്. അതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് കാലം ഒരു പകുതി മുക്കാലും ശരിക്കും ടി വിയിൽ തന്നെയാണ് പടം എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പാണ്ടിപ്പട, നാട്ടുരാജാവ്, വറക്കം തെളിയുക അങ്ങനെയുള്ള സിനിമകളെല്ലാം ശരിക്കും ടി വി തന്നെയാണ് മൊത്തം കണ്ടിട്ടുള്ളത്. ഇപ്പൊ വന്നപ്പോഴത്തേനും ആർക്കും അങ്ങനെ സമയമില്ല, ഒരു സാഹചര്യമൊക്കെ ഇല്ലാതായപ്പോഴത്തേനും എല്ലാവരും ഫോണിലോട്ടൊക്കെ മാറി. ഇപ്പം ആർക്കും ടി വിയിൽ ഇങ്ങനെ സിനിമ കണ്ടു തീർക്കാനുള്ള ഒരു അവസ്ഥയില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഞാൻ വേറൊരു പണിയില്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴാണ് പടം ഇങ്ങനെ വന്നത്. എന്നാൽ പിന്നെ കണ്ടു കളയാന്ന് വെച്ചു, എന്നാൽ പിന്നെ കണ്ടേക്കാന്ന് വെച്ചു. നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന പടമാണല്ലോ. അപ്പോൾ പറയാൻ പോകുന്നത് പാർക്കിംഗ് സിനിമയെ പറ്റിയാണ്. പാർക്കിംഗ് ഒരു തമിഴ് പടമാണ്. അതിൽ അത്ര ടോപ്പ് ഗിയറുള്ള ആൾക്കാരൊന്നും അല്ല പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. 2023 ഇറങ്ങിയ പടം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പ്ലോട്ടിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു പടമാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പാർക്കിംഗ് പേര് കേൾക്കുമ്പോഴേ അറിയാം പാർക്കിങ്ങിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും പടത്തിൽ ഉടനീളം പോകുന്നത്. ഇത് തന്നെയാണ് പടത്തിലും. ഒരു 2 നില വീട്, വീടിൻ്റെ താഴെ ഒരു 10 വർഷമായിട്ട് താമസിക്കുന്ന ഒരു ചെറിയ ഫാമിലി ഉണ്ട്. ഏജിലായിട്ടുള്ള ഒരാളും ഭാര്യയും അയാളുടെ മകളുമാണ് ആ താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്നത്. മേളത്തെ ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേനും പടം തുടങ്ങുമ്പോഴത്തേനും അവർ പുതിയതായിട്ട് താമസക്കാരായിട്ട് വരിക. അപ്പോൾ അവർ വരുമ്പോഴത്തേനും അത് ഒരു ന്യൂലി വെഡഡ് കപ്പിളാണ്. ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പം അവർക്ക് വണ്ടിയൊന്നുമില്ല. താഴെ താമസിക്കുന്ന ആ ഫാമിലിക്ക് ഒരു ബൈക്കുണ്ട്. ആകെ പാർക്കിങ്ങിനായിട്ട് ഒരു പോർച്ച് മാത്രമേ ഉള്ളൂ. കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനൊരു പോർച്ച് മാത്രമേ ഉള്ളൂ ആ വീടിന്. രണ്ടുപേർക്കും കാറൊന്നും ഇല്ലാത്ത കാരണം ഒരു ബൈക്ക് മാത്രമേ ഉള്ളത് അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യും. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പടം മൊത്തം. ഈ ഒരു പാർക്കിംഗ് ഒരു സംബന്ധിച്ചിട്ടാണ് പടം ഫുള്ള് പോകുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ പ്ലോട്ടിനെ ഇവർ എത്ര മനോഹരമായിട്ടാണ് ചെയ്തതെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും. ശരിക്കും പടം ഒരു ത്രില്ലർ ഫാമിലി ഡ്രാമ ജേണറിൽ വരുന്ന ഒരു അടിപൊളി പടമാണ് ശരിക്കും പാർക്കിംഗ്. എല്ലാവർക്കും ഒന്ന് കണ്ടിരിക്കാം. അത്ര ബോറ് പടമൊന്നുമല്ല. എല്ലാവർക്കും ഒരു തവണ മസ്റ്റ് വാച്ചായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് പാർക്കിംഗ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പറയണമല്ലോ. റൈറ്റർ കം ഡയറക്ടർ രാംകുമാർ ബാലകൃഷ്ണനാണ്. പുള്ളി നല്ലതായിട്ട് അതിൻ്റെ സ്ക്രീൻ പ്ലേ ഇല്ല, നമുക്ക് പടം കാണുമ്പോൾ അറിയാം. അതിൻ്റെ സ്ക്രീൻ പ്ലേ നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഒരു രീതിയിലും ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഉടനീളം ഇങ്ങനെ പടം ആ ഒരു ചെറിയ പ്ലോട്ടിലേക്ക് കണ്ടിരിക്കും. അപ്പം ഈ പടം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയൽവാശി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ മലയാളത്തിൽ. അയൽവാശി എന്ന് പറഞ്ഞ സിനിമ ശരിക്കും അത് ചെറിയൊരു സ്കൂട്ടറിലുണ്ടാകുന്ന ഒരു പോറലിനെ സംബന്ധിച്ചുകൊണ്ട് വരുന്നൊരു പടമാണ്. 2 ആൾക്കാരാണ് ശരിക്കും. അവർ നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഒരു സ്കൂട്ടറിന് എടുത്തുകൊണ്ട് പോയിട്ട് ആ സ്കൂട്ടറിൽ ചെറിയൊരു പോറലുണ്ടാകും. അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അയൽവാശി എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞത്. അപ്പം ആ ഒരു സിനിമയിൽ അത് നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു ഓരോ സീൻ ഇങ്ങനെ വന്നു പോകുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു ബോറടി ഒന്നും ഉണ്ടാവാതെ ആ ചെറിയൊരു പ്ലോട്ടിനെ അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയോട് വരുമ്പോഴും. പക്ഷെ ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റ്സിലോടൊക്കെ പടം ശരിക്കും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലീഡ് റോളിൽ വന്നിട്ടുള്ളത് ഹരീഷ് കല്യാൺ, MS ഭാസ്കർ ആണ് ഇതിലെ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. പടത്തിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇങ്ങനെ 2 ഫാമിലി വരുന്നുണ്ട്. താഴത്തെ ഫാമിലി 10 വർഷമായിട്ട് താമസിക്കുകയാണ്. മേളത്തെ ഫാമിലി പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അപ്പം മേളത്തെ ആൾക്ക് കാറില്ല, വണ്ടിയൊന്നുമില്ല. താഴത്തെ ആൾക്ക് ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. MS ഭാസ്കർ ചെയ്തിരിക്കുന്ന റോളാണ് താഴത്തെ ഫാമിലിയിലുള്ള ആൾ. അപ്പം MS ഭാസ്കർ എന്ന് പറഞ്ഞ ആൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. മേളത്തെ ഹരീഷ് കല്യാണിൻ്റെ ക്യാരക്ടർ വരുമ്പോഴത്തേനും പുള്ളി എനിക്കൊന്നും ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു IT പ്രൊഫഷണലോ അങ്ങനെ ഏതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചൊരു കാര്യം എന്നറിയോ, ഈ പുതിയതായിട്ട് നമ്മൾ താമസിക്കാൻ വരുമ്പോഴത്തേനും അതിൽ നെയ്ബറായിട്ടുള്ള തൊട്ടടുത്ത ഒരു വീട്ടുകാരെ നമ്മളിങ്ങനെ പോയി കാണുമല്ലോ. ഇങ്ങനെ താമസിക്കാൻ വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടുന്ന് വന്നതാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേനും അങ്ങനെ ഈ കപ്പിള് താഴെ വീട്ടിൽ വന്നിട്ട് MS കല്യാൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഫാമിലിയായിട്ട് ഒരു ഫാമിലിയോട് പറയാൻ വേണ്ടി വരുവാണ്. ഞങ്ങൾ താമസിക്കാൻ വന്ന ആൾക്കാരാണെന്നുള്ള കാര്യം പറയാൻ വരുന്ന ആദ്യത്തെ ഷോട്ടിൽ ഈ MS കല്യാൺ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടറിനെ അവിടെ ശരിക്കും കാണിക്കുന്നുണ്ട് അവർ. അപ്പം അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു സീനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഏജിലായിട്ടുള്ള MS കല്യാൺ MS കല്യാൺ ഇരിക്കുകയാണ്, ക്യാരക്ടർ ഇരിക്കുകയാണ്. താഴത്തെ വീട് ഓണർ ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി ഇരിക്കുമ്പോഴത്തേനും പുള്ളി ഒരു പഴയ ഒരു ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ റിപ്പയർ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും കുറേ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അടുത്തൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതിനിടയ്ക്ക് കുറേ ടൂളും കാര്യങ്ങളും ഈ പഴയ ഒരു റേഡിയോ പുള്ളി റെഡിയാക്കുകയാണ്. അപ്പം അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അദ്ദേഹം പഴയ കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല, അല്ലെങ്കിൽ അത് മാറ്റി പുതിയ തുറന്ന് മേടിക്കാൻ പുള്ളിക്ക് ആവതില്ലാഞ്ഞിട്ടല്ല. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുകയില്ല. പുള്ളി ഒരു
അത്യാവശ്യം പൈസ ഒക്കെ ഇങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ ഫിസിക്കൻ ഒരു ഇമേജാണ് പുള്ളിക്ക് ആ സിനിമയിലുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേനും ഉടനെ തന്നെ ആ ഒരു സീനാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അപ്പം പടത്തിൻ്റെ ഒരു സ്റ്റോറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ നമ്മുടെ പുതിയ കപ്പിളായിട്ടുള്ള ഹരീഷ് കല്യാണിന്റെ ക്യാരക്ടറിന്റെ നെയിം ഈശ്വർ എന്നാണ്. ഈശ്വർ ഒരു കാറ് വാങ്ങുകയാണ്. അപ്പോൾ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഇന്ദുജ രവീന്ദ്രനാണ് ഇതിൽ ഭാര്യയുടെ ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്. ക്യാരക്ടർ നെയിം ആദിക എന്നാണ്, ആദിക. അപ്പം ഈ ആദിക പ്രഗ്നന്റ് ആണ്. അപ്പം അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു കാറ് വാങ്ങുന്നു. അപ്പം കാറ് കൊണ്ട് വീട്ടിടാൻ വേണ്ടി പോകുമ്പോൾ ഒരു പോർച്ച് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ബൈക്ക് ഒന്ന് ഒതുക്കി വെക്കാൻ പറഞ്ഞു, കാർ കയറ്റിയിടുന്നു. അപ്പം അടുത്ത ദിവസം ആകുമ്പോഴത്തേനും ഇങ്ങനെ വഴി കൂടെ പോകുന്നവരൊക്കെ സാറിനോട് ചോദിക്കും, അല്ല ഈ MS കല്യാൺ ഇളം പരുത്തി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ഇളംപരുത്തിയോട് ചോദിക്കും, സാർ കാറ് വാങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇപ്പം വേറൊരാൾ അടുത്ത് തന്നെ ഒരു കട നടന്ന ഒരാൾ ഇങ്ങനെ പറയും, പിന്നെ കാറ് വാങ്ങാൻ ബൈക്കിൽ പഞ്ചർ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ബൈക്കിൽ ഒരു 1000 രൂപ ടയർ മേടിച്ചിടാൻ മടിയായിട്ട് പഞ്ചറിന് വെളി പഞ്ചർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക. അപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഡീറ്റെയിൽ ഇങ്ങനെ പറയുകയാണ്, പുള്ളി ഫിസിക്കലാണുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പുള്ളിക്ക് അത് ഈഗോ ഹർട്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്ക് ബൈക്കേ ഉള്ളൂ, കാർ അവിടെ വരുന്നു. അപ്പോൾ പുള്ളിയുടെ ബൈക്കല്ല കാറല്ല, അങ്ങനെ ഓരോ ഈഗോ പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് നമ്മുടെ ഈശ്വർ ഇളമ്പതിയെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഒരു കോമ്പിനേഷൻ സീൻ വരും. അപ്പോൾ അതിൽ ഒന്ന് ഉപദേശിക്കാൻ നോക്കും. അത് ഏജിലായിട്ടുള്ള ഇളമ്പതിക്ക് ഇഷ്ടപ്പെടാതെ വരും. പുള്ളി ഇറങ്ങി വരും, നീ എന്നെ ഉപദേശിക്കാൻ മാത്രമായിട്ടില്ല, നീ എന്തുമാത്രം ലോകം കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും. വാശിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഒരു ഭാഗത്തിലാണ്. ഹൗസ് ഓണറെ വിളിച്ചിട്ട് ഒരു കോംപ്രമൈസ് സീനിലോട്ട് വരുമ്പോഴത്തേനും ഹൗസ് ഓണർ പറയും, ബൈക്കുള്ള ആള് അല്പം അഡ്ജസ്റ്റ് ചെയ്യണം, കാറുള്ള ആളല്ലേ ഇട കൂടുതൽ വേണ്ടെന്ന് പറയും. അപ്പം അന്ന് തന്നെ പുള്ളി പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇളംപതി പോയിട്ട് ഒരു കാർ വാങ്ങി വരികയാണ്. കാർ വാങ്ങി വന്ന് ഈ നമ്മുടെ ഈശ്വർ വണ്ടിയായിട്ട് വരുന്നതിന് മുന്നേ തന്നെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇടും. എന്നിട്ട് പുള്ളി പറയും, കാർ ഒരെണ്ണമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്തോളം പറയും. അയാൾ വണ്ടി പുറത്തിടും. അവിടെ നിന്ന് തുടങ്ങുന്ന പ്രശ്നം ശരിക്കും ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു എലമെന്റ്സിലേക്ക് ശരിക്കും പടം കൊണ്ടുപോകും. അപ്പം അതിങ്ങനെ വന്ന് ഇത് വാശിയായി. പിന്നെ വണ്ടിക്ക് മേലെ ഇപ്പം ആദ്യം പിന്നെ ആരും കാണാതെ ആയിരുന്നു ഇവരുടെ ഒരു വാശിയും ദേഷ്യവും ഈ കാറിനോടും ഇവരോടും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് എല്ലാവരും കണ്ടു നിൽക്കെ, എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വാശിയും കാര്യങ്ങളെല്ലാം കാണിക്കാൻ തുടങ്ങി. അത് എല്ലാവർക്കും മനസ്സിലായി, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെയാണ് പടം പോകുന്നത്. അപ്പോൾ ഇതിനെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ശരിക്കും എന്താകും അടുത്ത സീനിന് പ്രതീക്ഷിക്കുന്ന അങ്ങനെ കുറേ സീനുകൾ പടത്തിൽ ഇങ്ങനെ വന്ന് പോകും ക്ലൈമാക്സിലോട്ട് ആകുമ്പോഴത്തേനും. അപ്പോൾ അവിടുന്ന് ക്ലൈമാക്സിലോട്ട് ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം, ഇങ്ങനെ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പടം കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ ഇങ്ങനെ പോകും. അപ്പം ഒരു ഫീൽ ഗുഡ് ആയിട്ട് തന്നെ പടം കൊണ്ട് എത്തിക്കുക. അവസാനം ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് സമാധാനം എന്നുള്ള രീതിയിലോട്ട് പടം കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതുവരെ നല്ല രീതിയിലാണ് പടം, നല്ല ത്രില്ലർ എലമെന്റ്സ് അവർ ഒട്ടും വിട്ട് കളയാതെ തന്നെ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയൊരു പ്ലോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കണ്ടന്റ് എഴുതിയെടുക്കുമ്പോഴത്തേനും അത് ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒരു ശരിക്കും നല്ല മികവ് തന്നെയാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ, മ്യൂസിക് ഒക്കെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേനും BGM നന്നായിട്ട് തന്നെ നമ്മളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന രീതി തന്നെയാണ് അതിന്റെ BGM കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു 1 ടൈം മസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്, അന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രാഫി ജിജു സണ്ണി, എഡിറ്റഡ് ഫിലോമിൻ രാജ് എഡിറ്റിംഗ് ഒക്കെ നല്ലതായിട്ട് തന്നെ. മ്യൂസിക് സാം CS ആണ് കേട്ടോ. സാം CS നമ്മുടെ വിക്രം വേദ ഒക്കെ ചെയ്ത സാം CS ആണ് ഇതിൽ മ്യൂസിക് ആയിട്ടുള്ള. അത് ഞാൻ പറഞ്ഞില്ല, BGM ഒക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് BGM കാര്യങ്ങളൊക്കെ, ത്രില്ലർ എലമെന്റ്സിലോടെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും പുള്ളി നന്നായിട്ട് തന്നെ ആ ഒരു സംഭവമൊക്കെ പിടിച്ചിരുത്തുന്ന രീതിയിൽ BGM ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ 1 ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രില്ലർ ഫാമിലി ഡ്രാമ ജോണറിൽ വരുന്ന പടമാണ് പാർക്കിംഗ്. തമിഴ് മൂവിയാണ്, 2023 ഇറങ്ങിയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ പടത്തെ പറ്റി പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. അപ്പം ഓക്കെ, ബൈ.